ഹലോ ഡിയർ LLM ആസ്പിരൻസ്. ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് LLM ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ ഇൻ ലോ, മെനി ഓഫ് യു അസ്പയർ ഫോർ ഡൂയിങ് ദെയർ മാസ്റ്റേഴ്സ് ഇൻ ലോ. അതിലിപ്പോൾ ഓപ്ഷൻസ് വളരെ കൂടിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ LLM പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്സും അതിന് റിലേറ്റഡ് വീഡിയോസുമാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യു വിൽ ബി ഡെഫിനറ്റ്ലി ബെനിഫിറ്റഡ് ഇഫ് യു ഫോളോ ദിസ് ചാനൽ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ആവശ്യമായ വളരെ ക്രിസ്പായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. 17 വർഷമായി ജോബ് സെക്യൂർ ലോ എമിനൻസ് ഈസ് ഇൻ ദ ഫീൽഡ് ഓഫ് നർച്ചറിങ് കരിയേഴ്സ് ഇൻ ലോ. 17 വർഷമായി LLB എൻട്രൻസിൽ കേരളത്തിൽ ഏകദേശം 2000-ലധികം വിദ്യാർത്ഥികളെ മികച്ച നിയമ സർവകലാശാലയിലേക്ക് എൻട്രൻസിലൂടെ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടാൻ നമുക്ക് സഹായിക്കാനായിട്ടുണ്ട്. 4ാമത്തെ LLM ബാച്ചാണ് ഇപ്പോൾ നമ്മളുടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ LLMലും ഓരോ വർഷവും ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് മികച്ച റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ തന്നെ 7 പേര് നമ്മളുടെ കുട്ടികൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സോ അപ്പാർട്ട് ഫ്രം പ്രൊവൈഡിങ് കോച്ചിങ് ഫോർ ദ LLB എൻട്രൻസ്, ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം ഈസ് വെരി കീൻ ഓൺ പ്രൊവൈഡിങ് കോച്ചിങ് ഫോർ LLM എക്സാം ഓൾസോ. നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന LLM എക്സാമിന് എല്ലാത്തിനും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുന്ന LLM ജോബ് സെക്യൂരിയുടെ ഗൈഡ് ആമസോണിൽ അവൈലബിൾ ആണ്. അവർ സെക്കൻഡ് എഡിഷൻ ഈസ് അവൈലബിൾ. കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ഫോർമാറ്റിന് ഉതകുന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്കൊരു മോഡലായി നോക്കി കാണാവുന്ന ഓരോ സബ്ജക്ട്സിനും തിയറി നോട്ട്സും അതിലെ ക്രിസ്പായിട്ടുള്ള ബുള്ളറ്റ് പോയിൻറ്സും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 100 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് ടോപ്പിക്സും എല്ലാം ഈ ഗൈഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി 2025 അഡ്മിഷൻ വിളിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഡേറ്റുകൾ എങ്ങനെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്, IPRും PhDയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഹൗ യു ക്യാൻ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ദിസ് എക്സാം എന്നതാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം വിൽ ബി വിത്ത് യു ഫോർ യു ഹെൽപ്പിംഗ് ഇൻ ടു pursue your further levels of learning in the field of law. 2025 ക്യുസാറ്റിലേക്കുള്ള LLMൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സോ മറ്റേ നമ്മുടെ ക്ലീഡൊക്കെ വളരെ മുന്നേ തന്നെ ഇത് നടക്കുന്നുണ്ട്. ഫ്രം എൻ അക്കാഡമിക് പെർസ്പെക്റ്റീവ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആസ് യു ആൾ ആർ അവെയർ ഒരു പ്രോമിനൻറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റേതായ ഒരു മെറിറ്റും ഒരു ചാമും ഒരു ഓറയും ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്ന് ജനറലി, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ലോ യൂണിവേഴ്സിറ്റി, എല്ലാ ടെക്നോളജിയുടെയും എല്ലാത്തിൻ്റെയും ഡിവിഷൻ അവിടെയുണ്ട്. അപ്പോൾ LLM ആസ്പിരൻസ് പലരും, എൻ്റെ കുട്ടികൾ തന്നെ അവിടെ പഠിച്ചവർ, they were really saying that there is an academic energy and environment over that. അപ്പോൾ 2025 ക്യുസാറ്റ് LLMൻ്റെ ഡേറ്റ്, അതിൻ്റെ സിലബസ്, അതിൻ്റെ എലിജിബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൈ ഫ്രണ്ട്സ്, 6/2 ഇന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സോ യു ഹാവ് ടൈം അപ് ടു അപ്ലൈ ടിൽ 10/3/2025. മാർച്ച് 10 നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. സോ യു ഹാവ് എ വിൻഡോ ഓഫ് അബൌട്ട് 1 month പീരിയഡിൽ താഴെ നമുക്ക് ആ വിൻഡോ ഉള്ളൂ. സോ അപ്ലൈ ചെയ്യുന്നവർ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഡേറ്റ് ഓഫ് എക്സാം ഈസ് ഓൾസോ വെരി ക്ലിയർലി അനൗൺസ്ഡ്. May 10 സാറ്റർഡേ 12:30 to 2:30 PM. ഇപ്പോൾ LLM പ്രോഗ്രാംസിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി 4 പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. 4 പ്രോഗ്രാമിൻ്റെയും എക്സാം ഒരേ സമയത്താണ് നടക്കുന്നത്. അതിൻ്റെ ഹൗ യു ക്യാൻ ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നുണ്ട്. സോ ദ ഡേറ്റ് ഓഫ് എക്സാം ഈസ് 10th May ആൻഡ് യു വിൽ ഹാവ് ടു അപ്ലൈ വിതിൻ March 10th. ഈ 2 ഡേറ്റും നമ്മൾ കൃത്യമായി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഓർമ്മിച്ച് വെക്കുക. ക്യുസാറ്റിൻ്റെ LLMന് നമ്മുടെ ക്ലീഡ് LLMന് വളരെ ഒരു വ്യത്യാസമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് വെരി ഒബ്വിയസ്. നമുക്ക് 4 പ്രോഗ്രാമാണ് ഇവിടെ ഓപ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ 2 year LLM ജനറൽ LLM സബ്ജക്ട്സിൻ്റെ പ്രോഗ്രാം അവൈലബിൾ ആണ്. LLM ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, LLM എലോൺ പ്രോഗ്രാം അവൈലബിൾ ആണ്. LLM ഇൻ്റഗ്രേറ്റഡ് വിത്ത് PhD, ആ പ്രോഗ്രാം അവൈലബിൾ ആണ് ഇൻ IPR. LLM IP PhD എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് പ്രോഗ്രാമുണ്ട്. സോ ടു ബ്രീഫ് ഇറ്റ്, 4 പ്രോഗ്രാമിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ 4 പ്രോഗ്രാമിൻ്റെയിൽ 3 ഒന്നിൻ്റെ എലിജിബിലിറ്റിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ എലിജിബിലിറ്റിയാണ് നമ്മൾ അടുത്ത ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ 2 year LLM പ്രോഗ്രാമും LLM IPRനും ഒരേ ക്വാളിഫിക്കേഷനാണ്, ഒരേ എലിജിബിലിറ്റിയാണ്. അപ്പോൾ ഈ ഔട്ട് ഓഫ് ദ 3 പ്രോഗ്രാംസ് യു ഷുഡ് ബി എ ഗ്രാജുവേറ്റ് ഇൻ ലോ.
എന്നാൽ IP PhD എനി ഗ്രാജുവേറ്റ് ക്യാൻ അപ്ലൈ. മോസ്റ്റ്ലി എന്താ പറയുക, നമ്മൾ LLM എടുക്കുന്നത് ഒരു LLB കഴിഞ്ഞ ആളായിരിക്കാം. പക്ഷേ ഇതൊരു പോസിബിലിറ്റിയാണ്. യു ആർ എ ഗ്രാജുവേറ്റ് ഇൻ എനി അതർ സബ്ജക്ട്, സ്റ്റിൽ യു ക്യാൻ പെർസ്യൂ എ PhD. പക്ഷെ നിങ്ങൾക്ക് LLB അവിടെ ഇല്ല, അപ്പോൾ എൻറോൾമെൻറ്റ് പോസിബിൾ അല്ല. സോ വി വിൽ ലുക്ക് അറ്റ് 2-year LLM ആൻഡ് LLM IPRൻ്റെ ബേസിക് ഇത് നോക്കാം. യു ഷുഡ് പൊസസ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഇൻ എനി ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓർ എൻ എക്സാമിനേഷൻ ഫ്രം എനി അതർ. വളരെ സിമ്പിളാണ്. ബാർ കൗൺസിൽ അംഗീകാരമുള്ള വേറെ ഏതെങ്കിലും ആണെങ്കിൽ പോലും ഒരു LLB ഡിഗ്രി ഉണ്ടാവണം, വിച്ച് ഹാവിങ് എ ടോട്ടൽ ഓഫ് 50%. അപ്പോൾ 50% മാർക്കോട് കൂടി LLB പാസ്സായ ആൾക്ക് ഇതിൽ 3-നും അപ്ലൈ ചെയ്യാം. 2-year LLM പ്രോഗ്രാമിൻ്റെ 1-2ലോ അല്ലെങ്കിൽ LLM IPR PhDക്കോ അപ്ലൈ ചെയ്യാം. എന്നാൽ ഒരു സാധാരണ ബാച്ചിലേഴ്സ് ഡിഗ്രിയുള്ള, അംഗീകൃത ബാച്ചിലേഴ്സ് ഡിഗ്രിയുള്ള ഏതൊരാൾക്കും LLM IP PhDക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് എലിജിബിലിറ്റി. വളരെ സിമ്പിളാണ്. അവരുടെ വെബ്സൈറ്റും വളരെ ക്ലീനാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും വലിയ ചാലഞ്ചസ് അതിൽ കാണാനില്ല. ഇനി നമുക്കിതിൻ്റെ ടെസ്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ടെസ്റ്റ് ഡീറ്റെയിൽസിൽ ഞാനൊന്ന് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, ഈ ടെസ്റ്റ് കോഡ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം, 610 എന്നുള്ളത്. ബിക്കോസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ദി എക്സാംസ് ഓഫ് ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പോൾ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഓഫ് CUSAT എന്ന് പറഞ്ഞാൽ ദർ ആർ മോർ ദാൻ 10 to 20 എക്സാംസ് ഹാപ്പണിങ്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് കോഡ് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താലേ ആപ്ലിക്കേഷൻ കറക്റ്റ് നമുക്ക് ആ വിൻഡോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദിസ് ഈസ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. അപ്പോൾ അതിൽ നമുക്ക് വരേണ്ടത്, ഇതിൽ നിങ്ങൾക്ക് എലിജിബിൾ ആവണമെങ്കിൽ ഈ CAT എക്സാം നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അതിൽ 150 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടെസ്റ്റാണ് അതിലുള്ളത്. ഫോർ എവറി റൈറ്റ് ആൻസർ യു വിൽ സ്കോർ 3 ആൻഡ് ഫോർ എവറി റോങ് ആൻസർ 1 നെഗറ്റീവ് മാർക്ക്. അപ്പോൾ മൈ ഫ്രണ്ട്സ്, ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. അപ്പോൾ 1:4 ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് മാർക്ക് അടിക്കുന്നതിൽ കുറച്ചും കൂടെ നമുക്ക് സാധ്യത ഉണ്ടായിരുന്നു. 1:3 എന്ന് പറയുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. അതുകൊണ്ടാണ് ജോബ് സെക്യൂർ ലോ എമിനൻസ് കുട്ടികളെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എടുക്കുന്നതിന് ലോ എമിനൻസ് ആപ്പിൽ നമ്മൾ കൊടുക്കുന്നത് അതേ ഇൻ്റർഫേസിൽ അവർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പേപ്പർ പെൻസിൽ ടെസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പം ആദ്യമായിട്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എടുക്കുന്നത്. ബട്ട് ജോബ് സെക്യൂർ ലോ എമിനൻസ് ഓഫർ ദ റിയൽ ഇൻ്റർഫേസ് വെർ ദേ പ്രാക്ടീസ് ഇൻ ദ റൈറ്റ് മോഡ്. ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ 150 ക്വസ്റ്റ്യൻ്റെ ഒരു പരീക്ഷയാണിത്. ഇതിന് 2 പാർട്ട് ഉണ്ട്. അപ്പോൾ 120 minutes ആൻഡ് 150 ക്വസ്റ്റ്യൻസ്. അപ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതുകൊണ്ടാണ് LLMന് കോച്ചിങ്ങിനൊന്നും ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. ഐ ഹാവ് ഓൾസോ ഡൺ മൈ LLM മാസ്റ്റേഴ്സ് ഇൻ ലോ. അപ്പോൾ എൻ്റെ സമയത്ത് ഞാൻ ഫസ്റ്റ് LLM എൻട്രൻസ് എഴുതിയ ആളാണ്. ഐ ഓൾസോ എൻഡോഴ്സ്. നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ ആവശ്യമില്ല. പക്ഷേ 120 മിനിറ്റിൽ 150 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് ചില സ്ട്രാറ്റജി ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ കൂടുതൽ ഒന്നും കൂടെ കെയർഫുൾ ആവും വെൻ ഐ ഷോ യു ദ സിലബസ്. ബിക്കോസ് നമ്മൾ സ്ഥിരം പഠിച്ച ലോയിൽ നിന്നുകൊണ്ട് മാത്രം ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. ഈ പരീക്ഷയുടെ സിലബസ് നോക്കുമ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2, ഈ പാർട്ട് 1 ആൻഡ് 2 നമ്മളൊരു നോർമൽ എക്സാം പോലെയല്ല. അതിൽ മൊത്തം ക്വസ്റ്റ്യനിൽ 200 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനാണ്. അല്ല, ഇവിടെ പക്ഷേ പാർട്ടിന് വെയിറ്റേജ് ഉണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് പാർട്ട് 1, യു സീ നോ ലോ പേപ്പർ ഓവർ ഹിയർ. പാർട്ട് 1-ൽ കറണ്ട് അഫയർസ്, GKയും പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷിന് 50 മാർക്കും അനലിറ്റിക്കൽ റീസണിങ് ആൻഡ് ലോജിക്കൽ റീസണിങ്. That is where I suggest, my dear friends, maybe last 5 years we were focusing only on law subjects, and all of a sudden if you are getting some analytical reasoning or verbal reasoning questions, that too the pattern you are not familiar about, നിങ്ങൾക്ക് അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ വായിച്ചെടുക്കാൻ സമയം പോയെങ്കിൽ 150 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റിൽ ചെയ്യുമ്പോൾ ഒരു ചാലഞ്ച് വരും. ഇപ്പോൾ പാർട്ട് 1-ൽ ഇംഗ്ലീഷും രണ്ടാമത്തെ പേപ്പറായിട്ട് റീസണിങ്ങുമാണ് കൂടുതൽ വരുന്നത്. പാർട്ട് 2-ലാണ് 40 ക്വസ്റ്റ്യൻ ലോ ബേസ്ഡ് വരുന്നത്. അവിടെ നമ്മളെ ചാലഞ്ച് ഓൾമോസ്റ്റ് 10 സബ്ജക്ട്സിലെ വ്യത്യസ്തമായ സബ്ജക്ട്സിൽ നിന്ന്. അപ്പോൾ ഓരോന്നിലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനോ കോൺട്രാക്റ്റോ ജൂറിസ്പ്രുഡൻസോ മാത്രം മാസ്റ്റർ ചെയ്തുകൊണ്ട് കാര്യമില്ല. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് 8 or 10 സബ്ജക്ട്സ് മാക്സിമം പോയ ഓരോന്നിനും 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ പാറ്റേൺ കൃത്യമായി ഫോളോ ചെയ്തിട്ടാണ് ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ നിങ്ങൾക്ക് എന്താണ് ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. 40 ക്വസ്റ്റ്യൻ അതിൽ നിന്നാണെങ്കിൽ ആ 15 ക്വസ്റ്റ്യൻ
ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ നിന്നാണ് വരുന്നത്. അതും നമ്മൾ ചിലപ്പോൾ ലോ കോളേജിൽ അത്ര ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കില്ല. ദാറ്റ്സ് വൈ ഐ എം ഫെമിലിയറൈസിങ് യു ദ സിലബസ്. ഇറ്റ്സ് വെരി ക്ലിയർ. സിംപ്ലി ബൈ ഹാവിങ് മാസ്റ്ററി ഇൻ സർട്ടൻ സബ്ജക്ട്സ് ഓഫ് ലോ എലോൺ ഇത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ചാലഞ്ച് ഉണ്ടാവും. ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻസി വേണം. റീസണിങ് ക്വസ്റ്റ്യൻസിൻ്റെ വ്യത്യസ്ത മോഡലുകൾ ഫെമിലിയർ ആയിരിക്കണം. 40 ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് ലോയിൽ തന്നെ MCQs ചെയ്യുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പേഴ്സണലി ഐ ക്യാൻ സേ, നമുക്കൊരു തിയറി പറയാൻ എളുപ്പമാണ്, പക്ഷേ MCQs ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വളരെ പ്രിസൈസ് ആയിരിക്കണം. IPRൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ സിലബസ്. മൈ ഫ്രണ്ട്സ്, നൗ വി അണ്ടർസ്റ്റുഡ് ദ സിലബസ്. ഇത് സിലബസ് അറിയുന്ന, ഞാനതാ പറഞ്ഞ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് മാത്രം അറിഞ്ഞ പോലെ ഇതിൻ്റെ വെയിറ്റേജിനും ഒരു ചെറിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ LLM പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ പാർട്ട് 1ന് 20% വെയിറ്റേജേ ഉള്ളൂ. സോ ഇംഗ്ലീഷ് ആൻഡ് റീസണിങ്ങിൽ 20%ഉം ലീഗൽ വരുന്ന ഭാഗത്ത് 50%ഉമാണ്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് 15% വെയിറ്റേജ് ഗ്രൂപ്പ് ഡിസ്കഷനും 15% വെയിറ്റേജ് ഇൻ്റർവ്യൂവിനുമാണ് വരുന്നത്. ആൻഡ് വി ക്യാൻ ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം വിൽ പ്രൗഡ്ലി സേ, കഴിഞ്ഞ വർഷം നമ്മൾ കൃത്യമായ പരിശീലനം കുട്ടികൾക്ക് എങ്ങനെയാണ് GDയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്യേണ്ടതെന്നും. കാരണം ബിക്കോസ് 30 മാർക്സ് അവിടെ വരുന്നുണ്ട്, 30% അവിടെ വരുന്നുണ്ട്. ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് തിങ്. നിങ്ങൾ നിങ്ങളുടെ റിട്ടൺ എക്സാമിൽ നന്നായി പെർഫോം ചെയ്താൽ പോലും ഇതിൻ്റെ ഒരു വെയിറ്റേജ് അവിടെ നിർണായകമാകുന്നുണ്ട്. അപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദിസ് എക്സാം, നമ്മൾ വെറും ലോ മാത്രം പഠിച്ചാൽ ഈ പാർട്ട് 2ലെ വെയിറ്റേജ് കൊണ്ട് എവിടെ എത്തില്ല. അപ്പോൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ് ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ അനദർ സ്റ്റേറ്റ് ഫുള്ളി. ഹൗ യു എൻഡോസ് ഇറ്റ്, വാട്ട് ഈസ് യുവർ വ്യൂ ഓൺ ഇറ്റ് എന്നൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ടോപ്പിക്ക് തന്നാൽ എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ടത്, എന്താണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രൊഫഷണലി സംസാരിക്കേണ്ടത്, ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് ഒന്ന് ശ്രദ്ധിക്കുക. LLM പ്രോഗ്രാമിന് 50% ലോനുണ്ടെങ്കിൽ IPPSD പ്രോഗ്രാമിൽ വരുമ്പോൾ അവർ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് ആൻഡ് കോംപ്രിഹെൻഷൻ റീസണിങ് പാർട്ടിനാണ്. അപ്പോൾ അവിടെ 80% പാർട്ട് 1ൽ വന്നു. റീസൺ ഈസ് വെരി സിമ്പിൾ. കാരണം ഇവിടെ നമ്മൾ ലോ സ്റ്റുഡൻസ് മാത്രമല്ല, എനി സ്റ്റുഡൻറ്റ് ക്യാൻ അപ്പിയർ ഫോർ ഇറ്റ്. അപ്പോൾ അവർ ജനറൽ പ്രൊഫിഷ്യൻസിയാണ് അവിടെ നോക്കുന്നത്. എന്നാൽ 20% അവർക്ക് ലീഗൽ റിലേറ്റഡ് സബ്ജക്ട്സ് അറിയുകയും വേണം. അപ്പോൾ ഇത് ടോട്ടലി റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പോകാൻ പറ്റില്ല. നമ്മളുടെ PhD പ്രോഗ്രാമിനാകെ 5 സീറ്റാണ് രണ്ടിനും അവൈലബിൾ ഉള്ളത്. മറ്റേതിൽ രണ്ടിലും നിങ്ങൾ അറിയണം ഓൺലി 30 സീറ്റ്സ് ആർ അവൈലബിൾ. അപ്പം മെറിറ്റിൽ മാത്രം നോക്കുന്ന ഒരു കുട്ടി, റിസർവേഷൻ പോസിബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഈ 4 കോമ്പണൻറ്റ് നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ 4ാമത്തെ ബാച്ച് LLM എക്സ്ക്ലൂസീവ്ലി ഫോർ ക്യുസാറ്റിനുള്ളത് ഓൾറെഡി ഓണാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്ന ഒരു ഫ്രീ മോഡൽ ടെസ്റ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയുടെ യഥാർത്ഥ സ്വഭാവം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ലിങ്കിലൂടെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഹാവ് എ ഫ്ലെയർ ഓഫ് ഇറ്റ്. അതിലെന്താണ് എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ്സ് വൈ വി ആർ ടെല്ലിങ് നർച്ചറിങ് കരിയേഴ്സ് ഇൻ ലോ. ജോബ് സെക്യൂരിറ്റിയുടെ ടാഗ് ലൈനാണ് അത്, ഞങ്ങളുടെ മിഷനാണ്, അത് ഞങ്ങളുടെ പാഷനാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു അക്കാഡമിക് പ്രിപ്പറേഷൻ അതിന് ആവശ്യമാണ്. ദാറ്റ് ഈസ് വാട്ട് ജോബ് സെക്യൂർ ഈസ് പ്രൊവൈഡിങ്. അതുകൊണ്ട് തന്നെയാണ് ആകെയുള്ള 30 സീറ്റിൽ കഴിഞ്ഞ വർഷം 7 കുട്ടികൾ നമ്മളത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ റീസൺ ഈസ് വെരി സിമ്പിൾ. കൃത്യമായ ഇത് 4 കോമ്പണൻറ്റും ക്രാക്ക് ചെയ്യാനുള്ള ഗൈഡൻസ് നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. IPPSD പ്രോഗ്രാം ആകുമ്പോൾ ലോ സബ്ജക്ട്സ് താരതമ്യേന കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ചുള്ള ഒരു ധാരണയും ഒക്കെ ആവശ്യമാണ്. സോ വെൻ യു ആസ്പയർ സംതിങ് ഇൻ യുവർ ലൈഫ്, മൈ ഗുഡ് ഫ്രണ്ട്സ്, ഗോ ഫോർ ഇറ്റ് ഇൻ എ ബിഗ് വേ, ഗോ ഫോർ ഇറ്റ് ഇൻ ദ റൈറ്റ് വേ, ഗെറ്റ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഇറ്റ് സെൽഫ്. കാരണം നമ്മൾ അത് എഴുതി നോക്കാം, കിട്ടുകയാണെങ്കിൽ ഈ വർഷം പോകാം എന്നുള്ളൊരു സ്ഥിതി ആകരുത്. കാരണം ലൈഫിൽ ഓരോ ദിവസവും പ്രഷ്യസ് ആണ്. ഈ വർഷം LLM അത് ഞാൻ ആഗ്രഹിച്ച ക്യാമ്പസിൽ നിന്ന് തന്നെ എടുക്കുക എന്നുള്ള ഒരു വിഷൻ, ഒരു ആസ്പിറേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ജോബ് സെക്യൂർ ലോ എമിനൻസ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻപുട്സ് ഈ ചാനലിൽ കൂടുതൽ ഉണ്ടാകുന്നതാണ്. സോ ഹാവ് എ ഗ്രേറ്റ് കരിയർ ഇൻ ലോ. ഓൾ ദി ബെസ്റ്റ്.